Jewel Max Wholesale and Retail near Impichibava Hospital, Chammarvattam Road, Alathiyur. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഞായറാഴ്ച പറവണ്ണയിലെ പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ പറവണ്ണ പുത്തങ്ങാടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടത് പുലിയല്ല, കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചു. തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് പറവണ്ണ പുത്തങ്ങാടി പ്രദേശത്ത് പുലിയെ കണ്ടതായി പറയുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസവും പുലിയെ കണ്ടുവെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായിരുന്നു. തുടർന്നാണ് കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഞായറാഴ്ച പറവണ്ണയിലെ പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. പുലിയെ കണ്ടുവെന്ന വീടിന്റെ മതിലും പരിസരങ്ങളും വിശദമായി പരിശോധന നടത്തി. പുലിയെയല്ല കണ്ടത്, കാട്ടുപൂച്ചയാണെന്ന് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലു വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബഹുമാനപ്പെട്ട നാരായണൻ സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ പറഞ്ഞ പ്രകാരം ഈ കാണുന്ന മതിലിന്റെ മേലെ കൂടെ നടന്നു പോയിട്ട് ഈ പാലത്തിന്റെ മേലെ ചാടിയിട്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ആളെടുത്ത് ചോദിച്ചപ്പോൾ ഒരു പുലിൻ്റെ സൈസിലുള്ള ഒരു കാര്യമായിട്ടുള്ള മനസ്സിലായത്. കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള ഞങ്ങൾ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. കാലിൻ്റെ അടയാളങ്ങൾ ഒന്നും കാണാൻ പറ്റിയില്ല. പുലി കുറച്ച് വെയിറ്റുള്ള മൃഗമാണ്. അപ്പോൾ മണ്ണിൽ കുറച്ചൊക്കെ കാൽപ്പാടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്, ഒന്നുമില്ല. അപ്പോൾ കാട്ടുപൂച്ചയാണെന്നാണ് സംശയിക്കുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും എവിടെയെങ്കിലും സൈറ്റിങ് ആരെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വന്ന് നോക്കുന്നതായിരിക്കും. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരാൾ പുലിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുലിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഈ ആൾക്കാരെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത ഉണ്ടാക്കുന്ന ഒരു ശരിയായ നടപടിയല്ല. അതിന് നാട്ടുകാർ ശരിക്ക് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ കംപ്ലൈന്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, പുലിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കറക്റ്റ് കാണാത്തിടത്തോളം കാലം ആണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. കാരണം നമ്മൾ ഇത്രയും നോക്കിയിട്ട് ഇതിന്റെ യാതൊരു തെളിവുകളും നമുക്ക് കിട്ടിയില്ല. കാൽപ്പാടം കിട്ടിയിട്ടില്ല, പിന്നെ കാഷ്ടം, പിന്നെ അത് പൊതുവെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മിച്ചം വെക്കണ ഒരു ബോഡി കാർക്കസ് എന്തെങ്കിലും തിന്നതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടാവും. ഇതൊന്നും നമുക്ക് ഇത്രയും സ്ഥലം നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന പ്രചരണങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ പുലിയല്ലെന്ന് സ്ഥിരീകരിച്ചത് ആശ്വാസം പകരുന്നതാണെന്നും പ്രദേശവാസി ഡാനിയർ പറഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഭീതിയിലായിരുന്നു. ആ ഭീതി ഇനി ആവശ്യമില്ല. അത് ഉറപ്പിച്ചെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുലിയുടെ ഒരു അംശവും ഇവിടെ കാണുന്നില്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നുണ്ട്. പുലിയെ കണ്ടുവെന്ന് പറയുന്ന ആബിദ് മൊബൈലിൽ പകർത്തിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. സ്നേക് മാസ്റ്റർ മുസ്തഫ നടുവിലങ്ങാടിയും പരിശോധനയിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, പറവണ്ണ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.